നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള PFI പ്രവർത്തകർ LDFന് വേണ്ടി ഇവിടെ പ്രചാരണം നടത്തുകയാണ്. തെരഞ്ഞെടുപ്പ് 11-ാം തീയതി കഴിയും. എന്നാൽ നാടിൻ്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ, രാജ്യം തന്നെ നിരോധിച്ച ഭീകരവാദ സംഘടനകളെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഇരു മുന്നണികളും ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. നാടിൻ്റെ സമാധാനം തകർക്കാൻ മാത്രമേ ഇത്തരം പ്രചാരണ രീതികൾ ഉപയോഗിക്കുകയുള്ളൂ. 4 വോട്ടിന് വേണ്ടി ഏത് നിലപാടും സ്വീകരിക്കാം എന്നുള്ള നിലയിലേക്ക് LDFും UDFും അധപ്പതിച്ചിരിക്കുകയാണ്. കോർപ്പറേഷൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ കേന്ദ്ര ഫണ്ട് വിനിയോഗത്തെ സംബന്ധിച്ചോ ഒന്നും ചർച്ച ചെയ്യാതെ ഭരണകക്ഷിയായിട്ടുള്ള LDF ഈ രീതിയിലുള്ള പ്രചരണം നടത്തുന്നു. അതിനെതിരായി യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രചാരവേല നടത്തേണ്ടിയിരുന്ന UDF അവരും വർഗീയതയുടെ കാര്യത്തിൽ ഇവരോട് മത്സരിക്കുകയാണ്. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും കാണുന്നത്, കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രത്യേകിച്ചും. കാരണം NDAയുടെ മുന്നേറ്റം അവരെ വല്ലാതെ വിരളി പിടിപ്പിച്ചിരിക്കുന്നു. ഈ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും ഭീകരമായ തോതിൽ പച്ചയായ വർഗീയ പ്രചാരണം നടത്തുന്നത് ഇതാദ്യമായിട്ടാണ്. ഞങ്ങൾ വികസന അജണ്ട മുന്നിൽ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങൾക്ക് ശരിയായിട്ടുള്ള വികസന കാഴ്ചപ്പാടുണ്ട്. കഴിഞ്ഞ 12 വർഷവും മോദി സർക്കാർ നൽകിയ സാമ്പത്തിക സഹായം, ജനക്ഷേമ പദ്ധതികൾ, ഞങ്ങൾ അടുത്ത 5 വർഷത്തേക്ക് ആവശ്യമായിട്ടുള്ള ശരിയായ വികസന രേഖ അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. NDAക്ക് ഉറച്ച ശുഭാപ്തി വിശ്വാസമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്.